ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദോശ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ദോശ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സി ജാറിലോട്ട് 1/2 ഗ്ലാസ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ റവ എടുത്തതിൻ്റെ അതിൻ്റെ നേരെ പകുതി തേങ്ങ, അപ്പോൾ 1/4 ഗ്ലാസ് തേങ്ങയും ഒരു വലിയ ഉള്ളിയുടെ പകുതിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുത്ത് ഇപ്പോൾ ഏത് പാത്രമുള്ള ആ പാത്രത്തിനനുസരിച്ച് റവ എടുക്കുമ്പോൾ അതിൻ്റെ നേരെ പകുതി തേങ്ങയും എടുക്കുക. ഇനിയിപ്പോൾ ഇത് അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റവ എടുത്തതിനുള്ള അതിൻ്റെ മുകൾ ഭാഗത്ത്, റവയുടെ മുകൾ ഭാഗത്തായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കുക. അധികം ആവരുത്, അതേപോലെ കുറഞ്ഞും പോകരുത്. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ലൂസിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമുക്ക് ആ കറക്റ്റ് പെർഫെക്ഷൻ ആ ദോശ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാനിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയ ദോശയായിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വലിയ ദോശ വേണമെങ്കിൽ ഒരൊറ്റ ദോശയാക്കിയിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ദോശ ഒന്ന് ആറി വരുന്ന സമയത്ത്, ഈ ഹോൾസൊക്കെ വരുന്ന സമയത്ത് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അടച്ച് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടുപ്പെടുത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റും അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണിത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ കറികളൊന്നും ആവശ്യമില്ല. വേണമെങ്കിൽ കറി കൂട്ടാം, ഇല്ലെങ്കിലും കറികളില്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മളിതിലോട്ട് തേങ്ങയും അതേപോലെ ഉള്ളിയൊക്കെ ചേർത്തുകൊണ്ട് ജീരകമൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്